ഇന്നത്തെ ഓപ്പറേഷൻ നുംകൂറിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു. അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു 150 മുതൽ 200 വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. നുംകൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നുംകൂർ എന്ന് പറഞ്ഞാൽ ഭൂട്ടാനീസ് ഭാഷയിൽ വെഹിക്കിൾ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വെഹിക്കിൾസിന് ഉള്ള ഓപ്പറേഷന് നമ്മൾ ഓപ്പറേഷൻ നുംകൂർ എന്ന് പേരിട്ടു. നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും ATSന്റെയും കേരള പോലീസിന്റെയും സഹായം ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഏകദേശം 30-35 സ്ഥലങ്ങളിൽ നമ്മുടെ ഓഫീസർമാര് സെർച്ച് നടത്തുകയുണ്ടായി. അതിൽ ആസ് ഓഫ് നൗ 36 വണ്ടികൾ പിടിച്ച് നമ്മൾ 150 ആണ് നമ്മൾ ഇവിടെ കേരളത്തിൽ ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട 3-4 ഇഷ്യൂസ് ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അനുവാദമില്ല, TR-ലൂടെ അല്ലാതെ. TR എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ്. ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് എന്ന് പറയുമ്പോൾ അത് വെളിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ 3 വർഷമെങ്കിലും ഉപയോഗിച്ചിട്ട് ഇരിക്കണം. അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വരുമ്പോൾ അയാൾക്ക് 160% ഡ്യൂട്ടി അടച്ച് കൊണ്ടുവരാവുന്ന ഒരു ഫെസിലിറ്റിയാണ്. അല്ലാതെ സെക്കൻഡ് ഹാൻഡ് കാഴ്സ് കൊണ്ടുവരാൻ പാടില്ല. ഈ സംഘം ഭൂട്ടാനിലേക്ക് വണ്ടികൾ ആദ്യം എത്തിച്ചതിന് ശേഷം കാഴ്സ് ചില കാറുകൾ അവിടെ നിന്ന് പല വഴിയായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു. അതിനുവേണ്ടി ഇന്ത്യൻ കറൻസിയും ഫോറിൻ കറൻസിയും ഭൂട്ടാനിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് ഒന്നുകിൽ CKD കണ്ടീഷൻ, അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആയിട്ടുള്ള രീതിയിലോ, അതായത് പാർട്സ് ആയിട്ട്, അല്ലെങ്കിൽ വണ്ടികൾ വരുന്ന വലിയ കണ്ടെയ്നറുകളുണ്ട്, ആ കണ്ടെയ്നറുകളിലോ, അല്ല നമ്മൾ ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു വരാം, പെർമിറ്റ് ഉണ്ടെങ്കിൽ. അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ, അങ്ങനെ 3 തരത്തിലാണ് ഇവര് വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവര് ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ പേരിലാണ്, അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവര് കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ, പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2014 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി 2005 തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ 1ാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അവര് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളത് ഒന്ന്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എംബസികൾ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്,
അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീല്, സൈന്, ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ളത് ഒന്നാണ് രണ്ടാമത്തത്. മൂന്നാമത്, ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. കാരണം ഞാൻ ഇപ്പോൾ ഡോക്യുമെന്റ്സ് കാണിക്കുന്നതിൽ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ, മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ മേജർ ത്രെറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ. അടുത്തത്, ഈ പറയുന്ന വണ്ടികളെല്ലാം പലരും വാങ്ങിച്ചിരിക്കുന്നതും വിറ്റിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്നതാണ് അടുത്ത പ്രശ്നം. ഈ വണ്ടികൾ പലതും വാങ്ങിച്ചതിന് രേഖകളോ പൈസ മണി ട്രെയിലോ ഒന്നും പോലുമില്ല. ഇത് കൂടാതെ ഇതാരാണ് ഒന്നാമത്തെ ഓണർ എന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങളുടെ ലൈനിലുള്ള ലിസ്റ്റിലെ 90% വണ്ടികളും നിർബന്ധമായും ഫോർജഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇത് കൂടാതെ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്ത പല സ്ഥലങ്ങളിലും വൻ GST വെട്ടിപ്പും ആ ഡീലർമാരുടെ ഇടയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് മറ്റൊരു തലമാണിതിന്റെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. വണ്ടികൾ ഇന്നും കേരളത്തിന്റെ നിരകളിൽ ഓടുന്നുണ്ട്. കേരളത്തിലെ ഒരു വണ്ടി വെളിയിൽ നിന്ന് വന്നാൽ ആ വണ്ടി ഒരു മാസത്തിനകം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിയമം ഇരിക്കെ 6-8 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാതെ വെളിയിലുള്ള ആരുടെയോ പേരിൽ, അഡ്രസ് അറിഞ്ഞുകൂടാത്ത പലരുടെയും പേരിൽ കേരളത്തിന്റെ നിരങ്ങളിലൂടെ ഇപ്പോഴും ചീറിപ്പായുന്നു എന്ന് പറയുന്നത് നമുക്കും ഒരു ത്രെട്ട് തന്നെയാണ്. കാരണം ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓണർ തപ്പി പോകുക എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ദുസ്സഹമായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പോ ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും, GST ആവട്ടെ, ഇൻകം ടാക്സ് ആവട്ടെ, എൻഫോഴ്സ്മെന്റ് ആംഗിൾ ആവട്ടെ, കാരണം മണി ലോണ്ടറിംഗ് പല ട്രാൻസാക്ഷൻസിലും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് ഓപ്പറേഷനിലൂടെ ഞങ്ങൾ എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനൊരു കൂടിയിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഒരു ദിവസത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് നമ്മൾ അൺഎർത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് നമ്മൾ വി ആർ ലുക്കിംഗ് ഇൻടു ഇറ്റ്. അല്ല, കേരളത്തിൽ തന്നെ 150-നും 200-നും ഇടയ്ക്ക് വണ്ടികളുണ്ട്. കേരളത്തിൽ തന്നെ. മറ്റേ സംസ്ഥാനങ്ങളിലും ഇതുപോലെ വണ്ടികൾ കാണണം. അതുകൊണ്ട് തന്നെ ഇതൊരു സബ്സിക്വന്റ് ആയിട്ടൊരു ഓൾ ഇന്ത്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം. അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഏകദേശം ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു സംഘത്തെ, അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനാണ് അവർ വണ്ടികൾ കൊടുക്കുക. ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടുപോകുന്നതാണ്. പലരും അറിയാതെ ആയിരിക്കാം,
മറ്റു പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വാങ്ങിയിട്ടുള്ള വണ്ടികളെല്ലാം. നമ്മള് അവരുടെയൊക്കെ വീടുകളിൽ ഇന്ന് പരിശോധന നടത്തിയെന്നുള്ളത് ശരിയാണ്. അവരുടെ വണ്ടികൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അവരുടെ വണ്ടികൾ 1-2 എണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതിന് ഡോക്യുമെന്റ്സ് കാണണം, അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അവരെല്ലാം ഇതിനകത്ത് എന്തുമാത്രം ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ അറിയാതെയാണോ അറിഞ്ഞാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജിന്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി. അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട്, അദ്ദേഹത്തിന്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ 3 നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റഡാറിൽ ഇന്ന് വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം വാഹനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ടോട്ടൽ 36 വണ്ടികൾ എടുത്തിട്ടുണ്ട്. അതില് നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, അടിമാലി, കൊച്ചി, തൃശ്ശൂര്, മലപ്പുറം, കുറ്റിപ്പുറം, കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സെർച്ച് നടത്തി അവിടുന്ന് നമ്മൾ വണ്ടികൾ പിടികൂടിയിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ഡോക്യുമെന്റ്സ് നോക്കുന്നേ ഉള്ളൂ. ദുൽഖറിന്റെ 2 വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്പർ ഞാൻ ഓർക്കുന്നില്ല. അതോ ഒന്നൊരു ഡിഫൻഡർ ആണ്, ഒന്ന് പ്രാഡോ ആണ് അല്ലേ, ക്രൂയിസർ ആണോ? ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എടുത്തില്ലല്ലോ. നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വണ്ടികൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തത്. നമുക്ക് എത്രയും വണ്ടികളെ നമുക്ക് സീസ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ നോക്കുമായിരുന്നു. എന്തോ സമൺസ് കൊടുക്കുകയും ഇവിടെ ഹാജരാവുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും. ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, പരിവാഹൻ വെബ്സൈറ്റില് പല തിരിമറികളും പരിവാഹൻ വെബ്സൈറ്റിൽ പല ഡീറ്റെയിൽസും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ആവാം, എംബസികളുടെ ആവാം, അതുപോലെ ഏതെങ്കിലും വണ്ടികളുടെ ആണ് എന്ന് പറഞ്ഞ് ആയിരിക്കാം നമ്മൾ വണ്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എടുത്ത് ഓരോരുത്തരുടെ നമ്മൾ എടുക്കുന്നില്ലല്ലോ. ഇന്നിപ്പം MVD, നമ്മുടെ കേരളത്തിലെ MVD നമ്മളെ വളരെയേറെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ്. അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന്. കാരണം അവരും ATS-ഉം സ്റ്റേറ്റ് പോലീസും നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്തു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചില RTOs-ല് ഇത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം പോയി രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നോട്ടീസിൽ പെട്ടിട്ടുണ്ട്. നമ്മളല്ല അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പരിവാഹൻ വെബ്സൈറ്റ് ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ, അല്ലെങ്കിൽ അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഏജൻസീസ്, ഇപ്പോൾ ഇൻകം ടാക്സിന്റെ ആണെങ്കിൽ ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ അവര്, GSTയുടെ ആണെങ്കിൽ GST വകുപ്പ്, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഡിപ്പാർട്ട്മെന്റലായിട്ട് ഉള്ള ഒരു ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഇതിന്റെ എല്ലാം നിജസ്ഥിതി നമുക്ക് വെളിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യകാലത്ത് വെച്ചാൽ ഇന്നോ ആയിരിക്കാം. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. എന്തോ ഉടമകളൊക്കെ നേരിട്ട് ഹാജരാവേണ്ടി വരും. നേരിട്ട് ഹാജരാവേണ്ടി വരുന്നത് മാത്രമല്ല, അവർ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മളെ കാണിക്കേണ്ടിയും വരും. എന്നാലല്ലേ നമുക്ക് ഫർദറായിട്ട് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുള്ളൂ. രേഖകൾ കറക്റ്റ് അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഈ പറയുന്ന വാഹനങ്ങളെല്ലാം കൃത്യമായിട്ട് ഉള്ള രേഖകൾ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കള്ളക്കടത്ത് നടത്തിയ ഒരു സാധനം എന്നുള്ള നിലയിൽ തന്നെ അതിനെ പിടിച്ചെടുക്കേണ്ടി വരും.
അവരുടെ റോൾ എന്താണ് എന്നുള്ളതനുസരിച്ചായിരിക്കും അവർക്കെതിരെയുള്ള കേസ്. ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞില്ലേ, അമിത് ചക്കാലക്കൽ ഇവിടെ വന്നിട്ട് ഇപ്പം ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല. അദ്ദേഹം സമൻസ് കൊടുത്ത് വന്നു, അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും. ഇന്ന് വേണമെന്നില്ല, ഇതിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നോട്ടീസ് കൊടുക്കുകയും അതിനനുസരിച്ച് അവരോട് വരാൻ പറയുകയും ചെയ്യാം. കാരണം നമുക്ക് ഈ 150 വണ്ടികളുള്ളപ്പം നമുക്ക് ഫേസ് ബൈ ഫേസ് ആയിട്ടല്ലേ നമ്മളെല്ലാവരും വിളിക്കാൻ പറ്റുള്ളൂ. അത് കസ്റ്റംസ് നിയമം അനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ്സിനനുസരിച്ച് മാത്രമേ കൃത്യമായ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം, കാരണം നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല. നമ്മൾ ഇന്ന് വണ്ടികളെല്ലാം പിടിച്ചു, വണ്ടികളുടെ കൊണ്ടുവന്നു, വണ്ടികൾ നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, വണ്ടികളുടെ ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, വണ്ടികളുടെ ഉടമസ്ഥന്മാരുടെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ വണ്ടികളുടെ ഉടമസ്ഥന്മാര് യഥാർത്ഥത്തിൽ വാങ്ങിച്ചതാണെങ്കിൽ, കൃത്യമായ രേഖകളോടെ വാങ്ങിച്ചതാണെങ്കിൽ അവർക്ക് അറിയാതെ പറ്റിയതാണെന്ന് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അല്ല എങ്കിൽ അവർക്കതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. എന്തായാലും വണ്ടി കൃത്യമായ രേഖകളില്ലെങ്കിൽ ഭൂട്ടാൻ വഴിയോ ഇല്ലീഗലായോ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ട് വന്നതാണെങ്കിൽ തീർച്ചയായും അത് പിടിച്ചെടുക്കേണ്ടി തന്നെ വരും. ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ല. കാരണം സെക്കൻഡ് ഹാൻഡ് കാർസ് ഇന്ത്യയിലേക്ക് വരാൻ പ്രൊഹിബിറ്റഡ് ആണ്. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്കിവിടെ ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല. അത് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം, കസ്റ്റംസ് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം. ഷോപ്പ് കോസ് കൊടുത്ത് അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ തന്നെ വേണം. ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘം കേരളത്തിൽ നിന്നുള്ളതല്ല, കോയമ്പത്തൂർ ബേസ്ഡ് ആണ്. കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഘമാണ്. അവര് പൈസ ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ കയ്യിൽ കൊണ്ടുപോവുകയോ ചെയ്ത് ഭൂട്ടാനിൽ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ കൊണ്ടുവരുന്ന പല ആളുകളും കാണുമായിരിക്കാം. അവരങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ, പല ഏജൻസികളും നമ്മൾ ജൽപായ്ഗോൺ മുതലായ ബോർഡേഴ്സിലൂടെ നമുക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും സ്വർണവും മയക്കുമരുന്നും ഒക്കെ അവിടുത്തെ ബോർഡർ ഏജൻസീസ് പിടിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ 150 വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ആ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ അവരുടെ ഓണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ഓണേഴ്സിനെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നടന്മാരുണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. ഇവരിപ്പോ ഡീലേഴ്സിനെ പറഞ്ഞു ഒഴിവാക്കണം. അതായത് അമിത് അടക്കമുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത് ഡീലേഴ്സ് ആണ്, മുൻപ് മേടിച്ച ആളുകളാണ്, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇവർ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം കൂടിയാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പരിശോധിക്കേണ്ടതായിരുന്നില്ല ഇവര്. നമ്മള് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇൻവെസ്റ്റിഗേഷന്റെ നല്ലൊരു ടീമാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അത് അവരുടെ അറിവോടെയാണോ അറിയാതെയാണോ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം അങ്ങനെ ഒരു പ്ലീ അവർക്കുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. നമ്മൾ അത് പഠിക്കുന്നേ ഉള്ളൂ, കാരണം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. ബോധ്യപ്പെട്ടുള്ള വണ്ടികളാണ്. എന്തോ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സംഘത്തെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം നോർമലായിട്ടും അവർ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം. നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ ഡേറ്റ അനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി കാണുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇല്ലീഗൽ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതും ഐഡന്റിഫൈ ചെയ്ത് ഇത് സീസ് ചെയ്യുന്നതും. പ്രഥമ ദൃഷ്ടിയ തീർച്ചയായും അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഈ വണ്ടികളെല്ലാം പിടിച്ചെടുത്തിരിക്കുന്നത്. ഭൂട്ടാനിൽ വില കുറവാണെന്നുള്ളതല്ല, ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഒരു ഫോറസ്റ്റ് ബോർഡറാണ്, ഭൂട്ടാനിലേക്കുള്ള ഒരു ഫോറസ്റ്റ് ബോർഡറാണ്. നമുക്ക് അവിടുന്ന് വണ്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം. മാത്രമല്ല ഭൂട്ടാനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് വളരെ റേറ്റ് കുറവാണ് അവിടെ.
അവിടെ അവരുടെ ഡ്യൂട്ടി സ്ട്രക്ചർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് വളരെ കുറച്ചുകൂടി സൗകര്യമാണെന്നുള്ളത്. അത് ഭൂട്ടാൻ ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് ഒരു വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരൊരു പെർമിറ്റ് കൊടുക്കും. ആ പെർമിറ്റിന്റെ ബേസിലാണ് അവർ കൊണ്ടുവരുന്നത്. അത് ഭൂട്ടാൻ നമ്പർ പ്ലേറ്റ് തന്നെ വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ല, ഇവിടെ ഭൂട്ടാൻ നമ്പർ പ്ലേറ്റിലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് നമ്പർ പ്ലേറ്റ് രജിസ്റ്റർ ചെയ്ത് മാറ്റുകയും ചെയ്യാം. ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ. കാരണം ഭൂട്ടാൻ ഗവൺമെന്റുമായിട്ട് നമുക്ക് സംസാരിച്ച് അവരുടെ വണ്ടികളാണോ കൊണ്ടുവന്നിട്ടുള്ളതിനെ കുറിച്ച് ചോദിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അത് ഭൂട്ടാൻ ആർമിയുടെ വണ്ടികളായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രഥമ ദൃഷ്ട്യ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വണ്ടികളെല്ലാം നമ്മൾ മോർത്തിന്റെ, അതായത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ ഡേറ്റാബേസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ ഇന്ന് സീസ് ചെയ്തിട്ടുള്ളത്. അത് ദാറ്റ് ഡിപ്പെൻഡ്സ്. ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റംസ് ആക്ട് അനുസരിച്ച് ഉള്ള എല്ലാവിധ കാര്യങ്ങളിലേക്കും നമുക്ക് പോകേണ്ടി വരും. അത് ഞാൻ പറഞ്ഞില്ലേ, വളരെ വലിയ കുറ്റമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അറസ്റ്റിലേക്ക് പോകേണ്ടി വരാം. ഇല്ല, ചെറിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഷോക്കോസ് നോട്ടീസും അഡ്ജുഡിക്കേഷനും കോൺഫിസ്കേഷനും എല്ലാം അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കാം. തൽക്കാലം നമുക്ക് ഒരു NGO ഇതിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു ആക്ഷൻ എടുക്കും. ഇപ്പൊ മമ്മൂട്ടി അതിനകത്താണോ യാത്ര ചെയ്യുന്നത് എനിക്കറിയില്ല. ഇപ്പോ നമുക്കിപ്പം ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷന്റെ പുറത്തായിരുന്നിരിക്കണം. ദുൽഖറിന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത 2 വണ്ടികളാണ്. മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. മറ്റേ വണ്ടിക്ക് റോഡ് ഫിറ്റ്നസ് ഇല്ല എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ സൂപ്രനാമയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന വണ്ടികളിൽ പലതും ഇൻഷുറൻസ് ഇല്ലാത്തതും റോഡ് ഫിറ്റ്നസ് ഇല്ലാത്തതും, പക്ഷേ വണ്ടികളെല്ലാം വെളിയിറങ്ങുന്നുണ്ട്. പല വണ്ടികളും പിടിച്ചെടുത്തു എന്ന് പറയാം. കാരണം പിടിച്ചെടുത്തു എന്ന് പറയുന്നത് സീഷറാണ്. പിടിച്ചെടുത്തു എന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അത് പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രമല്ല, വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഇഷ്യൂസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സർ ഓൾറെഡി ഗോയിങ് ഓൺ സർ. 6:30 was the time, sir. They all come and it's already halfway through, sir. In front and it is already halfway done, sir. Of course, sir, it is on record, sir.
We have not given any sensitive information, sir. We have only said that investigation, overall persons investigation is going on, and we are looking at it. But of course, we have told that army in Sydney and the embassy in details have already been misused. That is that for we have evidences onto that. ठीक है ठीक है ओके ठीक है ठीक है അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് അതൊക്കെ അന്വേഷിക്കേണ്ട സാധനങ്ങളാണ്, നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏതൊക്കെ ഏജൻസീസ് ആണോ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടത് ആ ഏജൻസീസിനെ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അതെനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ വന്നാൽ അങ്ങനെ വരികയാണെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അറിയില്ല, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കേണ്ടി വരും. നമ്മൾ അന്വേഷിച്ചിട്ടില്ല, നമ്മൾ ഇവരെ ആരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തില്ലല്ലോ, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ആരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തില്ല, നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തുടങ്ങിയുള്ളൂ. അതാ പറഞ്ഞേ, ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും. അത് അവരുടെ വീട്ടിൽ തന്നെ നടക്കുന്നു. അത് തൃശ്ശൂരിൽ നിന്ന് പിടിച്ചൊരു വണ്ടിയാണ്. എനിക്ക് തുറന്നോണ്ട് പോകാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, തുറന്നു പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. യൂഷ്വലി ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയാനില്ല, ഉണ്ടാവില്ല. എല്ലാവർക്കും ഇതുണ്ട്. ഇതിനകത്ത് ഈ നോട്ട് ഇവിടം മുതൽ നോട്ടീസ് വരെ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. ബാക്കി മാത്രം എടുത്തിട്ട് ഓക്കെ. ചായ അറേഞ്ച് ചെയ്തു, ചായ കുടിച്ചിട്ട് പോകണം കേട്ടോ. ചെറിയ ക്യാൻറ്റീൻ അടച്ചു പോയാലും വാഹനം കൊണ്ടുവരാനായിട്ട് പാടില്ല. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. അത് TR വഴിയേ കൊണ്ടുവരാൻ പാടുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളാണ് മാത്രം ഉപയോഗിക്കാൻ പറ്റും. 3 വർഷമെങ്കിലും ഉപയോഗിച്ചിരിക്കണം നമ്മൾ വെളിയിൽ. ഞാൻ പറഞ്ഞില്ല, അമിതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല.